ഗൈസ് ഞങ്ങളിപ്പം അട്ടപ്പാടിക്ക് ചെറിയ ട്രിപ്പ് അടിക്കാൻ വെച്ചിട്ടാണ്. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് മനു ഉണ്ട്. നമ്മൾ ഒരുമിച്ചാണ് പടക്കണത്. ഇനി മുതൽ എല്ലാ പടം ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ഇത് ബൈക്കിലാണ് ഇറങ്ങിയിരിക്കണത്. അപ്പം ഇപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ആ ട്രിപ്പിലേക്ക്. അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പോണ വഴിക്ക് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ പീച്ചിൽ നിന്നാണ് ട്രിപ്പ് തുടങ്ങിയേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്വതവേ നമ്മൾ പോവുക തുരങ്കത്തിൽ കൂടെ ആയിരിക്കും. ഇത് കാണുന്നവർക്ക് വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല, കുറേ വർഷങ്ങളായി തുരങ്കം വന്നിട്ട്. പക്ഷേ കാണാത്തവർക്കൊരു പുതുമയാണ്. ഞങ്ങളപ്പോൾ അത് ജസ്റ്റ് ഞങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തുരങ്കം കടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ രംഗമാണ് നിങ്ങൾ കാണുന്നത്. സൂര്യൻ ചേർന്നാന്ന് വിചാരിക്കേണ്ട, അത് അപ്പുറത്തെ ടണലിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ വെയിലാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര ചൂടുണ്ടായില്ല കേട്ടോ. നമ്മളിപ്പം അട്ടപ്പാടി ചുരം കയറി കുറച്ചും കൂടി പോകുമ്പോഴുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത്. 10ാം മൈൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുക. അപ്പോൾ അവിടെ നിന്നുള്ള ചെറിയൊരു വ്യൂവും കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കുരങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നല്ല നൈസായിരുന്നു കേട്ടോ. ആ ഒരു ഏരിയയും അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സൈലൻറ്റ് വാലിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു വഴിയാണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സൈലൻറ്റ് വാലി ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ പുറവശത്ത് കൂടെ പോയി കഴിഞ്ഞാൽ പുഴയിലേക്ക് ഇറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട്. സൂക്ഷിച്ച് കണ്ട് പോകണം. വഴുക്കുള്ള സ്ഥലമാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. അറിയാത്തവർ പോയി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയും കുത്തി തറ കിടക്കും. വെള്ളത്തിൽ വീണ് മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മളെ ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് നമുക്ക് എൻട്രൻസ് ഉണ്ട്. അത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കിടക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു 90% പുഴകളും കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടാണ് ഒഴുകുന്നത്. ഈ പുഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭവാനി പുഴയാണ്. ഇത് പടിഞ്ഞാട്ട് നിന്ന് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഇത് ഓഫ് റോഡും നല്ല പോണത്. ഇത് ചെറിയൊരു കൈവഴിയാണ്. സൈലൻറ്റ് വാലി കഴിഞ്ഞിട്ട് നമ്മൾ പോയൊരു സ്പോട്ടാണ്, അതായത് കക്കുപ്പടി എന്ന് പറയും. കക്കുപ്പടിയിൽ നിന്ന് നമ്മൾ കുറച്ചുള്ളിലേക്ക് പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആൾക്കാരൊക്കെ പോയി അലക്കും കുളിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. അടുത്ത് നമ്മൾ പോണത് ഇതിൻ്റെ താഴ്ഭാഗം കാണാനാണ്. ചെമ്മണ്ണൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ചെമ്മണ്ണൂർ അമ്പലത്തിൻ്റെ തൊട്ട് താഴ്ഭാഗമാണ്. ഇത് കഴിഞ്ഞ് മഴക്കാലത്ത് പാലം ഒലിച്ച് പോയതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. പാലം പണി നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തീരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇതങ്ങനെ നമ്മൾ നരസിംഹക്ക് പോണ വഴിയിൽ ഒരു വിൻമില്ല് കണ്ടിട്ട് ഞങ്ങൾ ഏതൊക്കെയോ റൂട്ടിൽ കൂടെ കയറി പോയിട്ട് ഇത് അഗ്ലി ആ ഭാഗം തന്നെയാണ്. അയ്യപ്പനും കോശിയിൽ കട പൊളിക്കുന്ന സ്ഥലം എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. പേരും കറക്റ്റ് അറിയില്ല. അവിടെ നിന്ന് കുറച്ച് മുകളിൽ കയറി പോയിട്ടാണ് ഞങ്ങൾ വിൻമില്ല് കാണാനാണ് കയറിപ്പോയതെങ്കിലും മുകളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കാറ്റ് ക്ലൈമറ്റ്. വണ്ടി കുറിച്ചത് നരസിംഹക്ക് എന്ന് പറഞ്ഞൊരു ചെറിയൊരു വ്യൂ പോയിന്റിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി സംഭവം കയറും, പക്ഷേ റിസ്ക് എടുക്കണം വെച്ചിട്ട് വീട് തല പൊട്ടിപ്പോയില്ല വരെ കാര്യമില്ല. അത്യാവശ്യം പാറയ്ക്കുള്ള സ്ഥലമാണ്. വീട് കഴിഞ്ഞാൽ തൊഴിലുണ്ടാവില്ല എന്നാലേ ആ ഉറപ്പാണ്. കയറി ആ മണ്ടയിലെത്തണം. അത്യാവശ്യം വലിയ ദൂരമില്ല. ഇത് മുകളിൽ ചെന്നിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. താഴ്ഭാഗം ഫുള്ള് ടൗൺ ഏരിയ ആണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ തട്ടായിട്ടുള്ള സ്ഥലം അത് പ്രകൃതിയെ രൂപപ്പെട്ടതാണെന്നാണ് പറയണത്. മനുഷ്യന്മാർക്ക് ഉണ്ടാക്കിയതല്ലാന്നാണ് പറയണത്. എനിക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് നരസിംഹക്ക് എന്നാണ്. ഇവിടെയും അയ്യപ്പനും കൊച്ചി സിനിമയിൽ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബിജുമോഹനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യുന്ന പോർഷനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വഴി നേരെ കോയമ്പത്തൂർ ഇഷ അല്ലെങ്കിൽ ആദിയോഗി കാണാൻ പോകണമെന്നുണ്ട്. കോയമ്പത്തൂർ പോണ വഴിയാണ്. കറക്റ്റ് കേരളം പോലെ ഫുള്ള് കവുങ്ങും കൃഷികളും കാര്യങ്ങളും ചെയ്തിരിക്കുകയാണ്. മരങ്ങൾ നട്ടാനെ കുറച്ച് രസമാക്കിയിട്ട് കാണാൻ. അതാണ് അപ്പോൾ വീഡിയോയിൽ നമ്മൾ കണ്ടത്. പിന്നെ റോഡൊക്കെ പറയാലോ, പൊളി റോഡാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം 5 മണിയോട് കൂടിയിട്ട് അവിടെ എത്തി. ഇതിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നല്ല ക്ലൈമറ്റാണ്. തണുപ്പൊന്നും പറയാൻ പറ്റില്ല, ചൂടുമില്ല. അങ്ങനത്തെ ക്ലൈമറ്റാണ്. ഇത് അതിൻ്റെ പുറകിലുള്ള പോർഷനാണ്, പാടവും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ കുറേ സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട്. അവിടേക്ക് നമുക്ക് ഫോണും ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഷൂട്ട് ചെയ്യാത്തത് കേട്ടോ. ഇത് ലേസർ ഷോയാണ്. 7:20 തൊട്ട് 7:35 വരെയാണ് ലേസർ ഷോയുടെ ടൈം. ആ ടൈമിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുറേ പരിപാടികൾ അവസാനിപ്പിച്ചിട്ടാണ് ലേസർ ഷോയ്ക്ക് വന്നത്. ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് തൊഴാനായിട്ട് അമ്പലവും പിന്നെ അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പോകുമ്പോൾ എല്ലാവരും ഇത് പോയി കണ്ടോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.